ഹല്ലേലൂയ. സർവശക്തനായ ദൈവപിതാവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തികളെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. കൽപ്പന ഒരു ദീപവും ഉപദേശം വെളിച്ചവുമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. യേശു പറഞ്ഞു, ഒരുത്തൻ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാതെ യേശുവിൻ്റെ വരവിൽ പ്രതിഫലം ലഭിക്കുമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ലാത്ത കാര്യമാണ്. കാരണം മണലിന്മേൽ വീട് പണിത വീട് നിലനിന്നില്ല, പാറമേൽ വീട് പണിത വീടാണ് നിലനിന്നത്. പാറമേൽ എന്ന് പറഞ്ഞാൽ വചനപ്രകാരം ജീവിച്ചെങ്കിലേ നമ്മുടെ ജീവിതത്തിന് സ്ഥിരതയുണ്ടാകൂ. ദൈവമായ കർത്താവെ, വചനം കേട്ട് അതുപോലെ ചെയ്ത് ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾത്തതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.